guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ഇതാ ഫിസിക്സിന്റെ പ്രഡിക്ഷനുമായിട്ടാണ് MS സൊല്യൂഷൻസും എൻ്റെ ടീം നമ്മുടെ നേഹ മിസ് ഫിസിക്സിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള നേഹ മിസ് അടക്കം വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, Which of the following does not belong to the group? Odd one. ഒറ്റയാനെ കണ്ടെത്തുക. ഏതാണെടാ? നമുക്കറിയാം ഹീറ്റിന്റെ ഇക്വേഷൻസ്. ജൂൾസ് ലോ പ്രകാരം H is equal to I square RT, H is equal to VIT, H is equal to V square T by R. ഈ മൂന്നും അല്ലാത്ത ആരാണുള്ളത് ഇവിടെ? നോക്കിയേ, ആരാണെടാ? യെസ്, നാളത്തെ ഓണം എക്സാം 2024 SSLCയിൽ ചോദിച്ചിരിക്കും നിങ്ങളോട് ഇക്വേഷൻസ് തന്നിട്ടോ അല്ലെങ്കിൽ ഇക്വേഷൻസ് എഴുതാനോ അല്ലെങ്കിൽ ഏതാണ് ഇക്വേഷൻ ക്ലിയർ ശരിയായത് ഏതെന്നൊക്കെ ചോദിച്ചേക്കാം. അതുകൊണ്ട് ഇക്വേഷൻസ് നിങ്ങൾ എപ്പോഴും മനഃപ്പാടമാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാവിംഗ് 230 ഓം റെസിസ്റ്റൻസ് വെൻ 2 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. അതായത് നിങ്ങൾക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആംപിയർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പവർ കാണുന്നത് എന്താ? P is equal to I square R ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, ഇനി യൂണിറ്റ് ഇടാൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അടുത്തത് ഇതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് വോൾട്ടേജ് V തന്നിട്ടുണ്ട്, അതുപോലെ ഓം റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജിയാണ് ചോദിച്ചത്. 10 മിനിറ്റ് ഉണ്ട്. സോ H is equal to V square T by R ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ട് 69,000 ജൂൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കണം, നിങ്ങൾ ചെയ്യാതെ പോകരുത്. ഓക്കെ, അടുത്തത് സേഫ്റ്റി ഫ്യൂസുമായി ബന്ധപ്പെട്ട് എന്തായാലും ഓണം എക്സാമിന് നിങ്ങളോട് ചോദിച്ചിരിക്കും. സേഫ്റ്റി ഫ്യൂസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സേഫ്റ്റി ഫ്യൂസിനുള്ളിലുള്ള ഫ്യൂസ് വയർ ലോ മെൽറ്റിംഗ് പോയിന്റ് കാരണത്താലും ലോ റെസിസ്റ്റിവിറ്റി കാരണത്താലും അത് പെട്ടെന്ന് ഉരുകിപ്പോകും. ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെ സേഫ് ആക്കുന്ന ആളാണ് ആര്? സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് എന്തായാലും സേഫ്റ്റി ഫ്യൂസുമായി ബന്ധപ്പെട്ട് 2 മാർക്കിനോ 3 മാർക്കിനോ ഉള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി പവർ തീർച്ചയായിട്ടും പവർ ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങളോട് ആംപിയറേജ് വാട്ടേജ് ബൈ വോൾട്ടേജ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം, ആംപിയറേജ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചോദ്യം നോക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രിക് കറന്റ് ആണ്, രണ്ടാമത്തത് ആംപിയറേജ് ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കിട്ടുന്ന കറന്റ് ആണ്. എന്നാൽ ആംപിയറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണോ കിട്ടുന്ന കറന്റ് അതിനേക്കാൾ കൂടുതലായിരിക്കണം, തൊട്ട് മുന്നിലുള്ള വാല്യൂ ആയിരിക്കും എന്തിലുണ്ടാവുക? ആംപിയറേജിൽ ഉണ്ടാവുക. ഓക്കെ, യെസ്. അടുത്തതായിട്ട് ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ടങ്സ്റ്റൺ ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും. അബിലിറ്റി ടു റിമൈൻ ഇൻ വൈറ്റ് ലൈറ്റ് കണ്ടീഷൻ, പിന്നെ ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി. തീർച്ചയായിട്ടും ദ്രവണാംഗം കൂടിയ, റെസിസ്റ്റിവിറ്റി കൂടിയ, ഡക്റ്റിലിറ്റി കൂടിയ, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഒരുപാട് സമയം ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ് കൂടിയ ടങ്സ്റ്റണിനെ കുറിച്ച് പരീക്ഷാ പേപ്പറിൽ നിങ്ങളോട് ചോദിക്കും. അടുത്തതായിട്ട് ഇതുപോലൊരു ചോദ്യം, അതെ, 2 ആംപിയർ കറണ്ട്, അതായത് നമുക്ക് എന്താണ് കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, പവർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ നോക്കിയാലും പവറിന്റെ ആ 3 ഇക്വേഷൻസും യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. പവറിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ട് പഠിക്കണം. ആൻസർ കീ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം, P is equal to V square by R ഇക്വേഷൻ പ്രകാരം വോൾട്ടേജ് സെയിം ആക്കി മാറ്റിയാൽ, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി മാറ്റിയാൽ പിന്നെ മാറുന്നത് പ്രഷറും റെസിസ്റ്റൻസും, പവർ റെസിസ്റ്റൻസും ആണ്. സോ പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞാലാണ് എന്ത് ചെയ്യുക? പവർ കൂടുക. സോ റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവറിനെ കൂട്ടാൻ സാധിക്കും. ഇതെന്തായാലും ഉറപ്പാണ്. നാളത്തെ SSLC ഓണം എക്സാം 2024 ചോദിച്ചിരിക്കും. എന്ത്? നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് പോയിന്റുകൾ തരും. അത് നിങ്ങളോട് ഓർഡർ ആക്കി എഴുതാൻ പറയും. ഓക്കെ, യെസ്. നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആദ്യം കൊടുക്കുക. അതിനുശേഷം ഈ നമ്മുടെ റേഡിയന്റ് എനർജി എന്താ? ഗ്യാസ് മോളിക്യൂൾസ് ഹൈ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? അത് അതിന്റെ നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വന്ന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും കേട്ടോ. ഓക്കെ, മലയാളം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തത് ഇതൊന്നും കുഴപ്പമില്ല, ഒക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻകാൻഡസെന്റ് ലാമ്പ് ടങ്സ്റ്റൺ ആണെങ്കിൽ അയൺ എന്തായിരിക്കും? നിക്രോം ആയിരിക്കും. ഓക്കെ,
ഇനി ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ അടിപൊളിയായിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 110 ohm ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു ഗെറ്റ് 4 ആംപിയർ കറന്റ് ഫ്രം എ 220 വോൾട്ട് സപ്ലൈ. ഇത് ലേറ്റസ്റ്റ് ആസിലുള്ള പ്രോബ്ലം ആണ്. ഒരു തവണ എക്സാമിന് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ എക്സാം ഒന്ന് ആവറേജ് ലെവലിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ടഫായുള്ള ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു പഠിക്കണം. ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. ആൻസർ കീ വാട്സപ്പ് ചാനലിലും അതോടൊപ്പം തന്നെ നമ്മുടെ PDF നോട്ട്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. കുട്ടികൾ എന്ത് ചെയ്യണം? PDF നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, ഇനിയൊരു മാച്ച് ദ ബോക്സ് ആണ്. ബോക്സ് ആയിട്ട് വരണമെന്നില്ല, പക്ഷെ നിങ്ങൾ മൂന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. LED പാർട്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഹീറ്റ് സിങ്ക് ആണ്. ഹീറ്റ് സിങ്ക് ആണ് പലതവണ ചോദിക്കാറുള്ളത്. നമ്മുടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് LED ലൈറ്റിന്റെ എനർജി ലോസ് കുറയ്ക്കുന്ന ആളെന്ന് പറയുന്നത് ആരാ? ഹീറ്റ് സിങ്ക് ആണ്. അപ്പോൾ LEDയുടെ ഒരു മെയിൻ പാർട്ടാണ് ഹീറ്റ് സിങ്ക് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, യെസ്. അടുത്തത് LED-ന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ത്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഇൻകാൻഡസെന്റ് ലാമ്പിനേക്കാളും ഫിലമെന്റ് ലാമ്പിനേക്കാളും LED-യുടെ മേന്മകൾ എന്തെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ മെയിൻലി ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കാണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എനർജി ലോസ് ഇല്ല എന്നുള്ളത്. നോ എനർജി ലോസ് ആണ്. ലോ പവർ കൺസപ്ഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത്തരം പോയിന്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, യെസ്. സിമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് ആംബിയർ ഐ തന്നിട്ടുണ്ട്, അതുപോലെ വോൾട്ടേജും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. എന്നിട്ട് ചാർജ് ആണ് കാണാൻ ചോദിച്ചത്. Q = I × T എന്ന ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? I = Q/T. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ചാർജുകൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സഞ്ചരിക്കുന്ന ചാർജിന്റെ അളവാണ് എന്ത്? കറണ്ട് എന്ന് പറയുന്നത്. സോ കറന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചാർജുമായി ബന്ധപ്പെട്ട Q = IT എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു 1-2 മാർക്കിന്റെ ചോദ്യം ചോദിച്ചേക്കാം. ഓക്കെ, അതായത് മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ഹീറ്റിംഗ് എക്യുപ്മെന്റിൽ യൂസ് ചെയ്യുന്ന എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഏതാണ്? നമ്മുടെ ഹീറ്റ് എനർജി കൺവേർട്ട്, ഇലക്ട്രിക് എനർജിനെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്ന ആ ഒരു പാർട്ടിനെ പറയുന്ന പേര് ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിൽ ആണ്. ഹീറ്റിംഗ് കോയിൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? ആ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റാൻസസ്, അത് ആ പദാർത്ഥത്തിന്റെ പേരാണ് എന്ത്? നമ്മുടെ നിക്രോം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. വീണ്ടും കുളമ്പ് കാണുന്ന സെയിം ചോദ്യമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ റെസിസ്റ്റൻസും പവറും ഇതുപോലെ 3 മാർക്കിന് ചോദിക്കാം. അതായത് Q ചോദിച്ചു, R ചോദിച്ചു, P ചോദിച്ചു. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ബ്രൈറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അന്നപ്പോൾ എന്തായും? കറണ്ട് കൂടിയാൽ ബ്രൈറ്റ്നെസ് കൂടുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് സീരീസും പാരലൽ കണക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇതുപോലെ ചോദ്യം എന്തായാലും ഉണ്ടാവും. എങ്ങനെയാണെന്നറിയോ? ഇതുപോലെ സീരീസ് കണക്ഷനിലോ അല്ലെങ്കിൽ പാരലൽ കണക്ഷനിലോ ഒരു പിക്ചർ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളോട് ടോട്ടൽ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറന്റോ കണ്ടുപിടിക്കാൻ പറയും. അത് കഴിഞ്ഞൊരു ചോദ്യം ഉണ്ടാവുക, ഇൻഡിവിജ്വലായിട്ട് ആ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന കറന്റ് എത്ര, അല്ലെങ്കിൽ വോൾട്ടേജ് എത്ര, അല്ലെങ്കിൽ ഹീറ്റ് എത്ര, അതെന്തായാലും ചോദിക്കും. അതില്ലാത്തൊരു ഓണപരീക്ഷ ഇല്ല എന്നെൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക കേട്ടോ. ഇതിൽ പ്രോബ്ലം വൈസ് ഇപ്പോൾ ഹീറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയേ. ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിന് ചോദിക്കാം ഡിസ്ചാർജ് ലാമ്പിന്റെ എക്സാമ്പിൾസ്. ഇതുപോലെ നിങ്ങൾക്ക് ഇതിലിപ്പോ തന്നിരിക്കുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ LED ലാമ്പ് ഒഴികെ ബാക്കിയെല്ലാം ഡിസ്ചാർജ് ലാമ്പുകളാണ്. അതുകൊണ്ട് അതുപോലെയൊക്കെ ഒരു 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യത നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് ഉണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. മെർക്കുറി ഇല്ലാത്തത് ഏതാണ്? LED ആണ് കേട്ടോ. സോറി. ഇനിതാ പാരലൽ കണക്ഷനിൽ ഇവിടെ വീണ്ടും തന്നിരിക്കുന്നു. പാരലൽ കണക്ഷൻ ആണ്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഇവിടെ നോക്കടാ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞ്, അതോടൊപ്പം 14 ohm റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് കാണാൻ പറഞ്ഞു. പിന്നെ 60 ohm റെസിസ്റ്ററിൽ കൂടി 2 മിനിറ്റ് കൂടി കറണ്ട് പോകുന്ന ഹീറ്റ്. അപ്പോൾ ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കാനാ, നമ്മുടെ 60 ohmലും 40 ohmലും എവിടെയാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചേക്കാം. അപ്പൊ ഇതിൽ 60 ohm ഉള്ള സ്ഥലത്താണോ 14 ohm ഉള്ള സ്ഥലത്താണോ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക, കൂടുതൽ താപോർജ്ജം നഷ്ടപ്പെടുക എന്ന് ചോദിച്ചാൽ
ഓർത്ത് വെച്ചാൽ മതി. പാരലൽ കണക്ഷൻ ആണെങ്കിൽ എവിടെയാണോ റെസിസ്റ്റൻസ് കുറവ് അവിടെയായിരിക്കും കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക. എന്നാൽ സീരീസ് ആണെങ്കിൽ എവിടെയാണോ റെസിസ്റ്റൻസ് കൂടുതൽ അവിടെയാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസ് ഇവിടെ കുറവാരാ 40 ഓം ആണല്ലോ. സോ 40 ഓം 16നേക്കാൾ കുറവായത് കൊണ്ട് 14 ഓം റെസിസ്റ്റൻസിനേക്കാൾ ഇപ്പൊ റെസിസ്റ്റൻസ് കുറവായത് കൊണ്ട് ആ സമയത്ത് എന്ത് സംഭവിക്കും? ഐ കൂടും. ഐ കൂടിയാൽ H I² RT പ്രകാരം എച്ചും കൂടും. അപ്പൊ ഹീറ്റ് കൂടുതൽ കിട്ടുക പാരലൽ കണക്ഷനിൽ എവിടെയായിരിക്കും? റെസിസ്റ്റൻസ് കുറവുള്ള പിന്നെ റെസിസ്റ്റർമലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ വൺ വേർഡിലാണ് പറഞ്ഞു പോകുന്നത്. പഠിക്കുന്ന കുട്ടികൾ ആ രീതിയിൽ തന്നെ പഠിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, യെസ്. സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്കറിയാം, തമ്പ് എന്തിനാണ് കാണിക്കുന്നത്? നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ ആണ്. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നടാ? ഇവിടെ നമുക്ക് ഈ ഒരു പിക്ചർ തന്നിട്ട് അതിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് റൂൾ വെച്ച് നമുക്ക് പറയാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് വലതു കൈ പെരുവിരൽ നിയമം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കണം, പീൽ എങ്ങനെയായിരിക്കും? നമ്മൾ എന്ത് വരയ്ക്കണം? സർക്കിളായിട്ട്, അഥവാ എന്താണ് നമ്മൾ വട്ടത്തിൽ എന്ത് വരയ്ക്കുക? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുക. അവിടെ നമ്മൾ ഡയറക്ഷനും കൂടെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഡയറക്ഷൻ കാണിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്ഷൻ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഡയറക്ഷൻ ഉണ്ടാവുക. അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം ക്യൂലും അതുപോലെ തന്നെ എന്താണ്? കൈ വെച്ച് നോക്കുക. ഓക്കെ, എങ്ങോട്ടാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്, എങ്ങോട്ടാണ്, അതിനനുസരിച്ച് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ പഠിക്കണോ? കറക്റ്റ് പഠിക്കണേ. അടുത്തത് യെസ്. അതുപോലെ തന്നെ എന്താണ്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുള്ള ഒരു നിയമം കൂടി, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇവിടെ എന്താണെടാ? സിയിൽ നിന്ന് CD മാർക്ക് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ CD ഉണ്ട്, കാണുന്നില്ല, ബ്ലാക്കിലുള്ളത് ആക്ച്വലി. CD ഓക്കെ, നല്ലൊരു കാണുന്ന കളറാണ്. അത് മാർക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യൂ, ചോപ്പെടുത്ത. ഓക്കെ, എന്താണ് പറയുന്നത്? ഇവിടെ നോക്കിയേ, നമ്മുടെ എങ്ങോട്ടാണ് ഫോഴ്സ് ഉണ്ടാവുക ചോദിക്കുന്നത് കേട്ടോ. കറണ്ട് എയിൽ നിന്ന് ബിയിലോട്ട് ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ കണ്ടക്ടറിന് എങ്ങോട്ടാണ് ഫോഴ്സ് ഉണ്ടാവുക? നമുക്കറിയാം, നോർത്തും സൗത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർത്തും സൗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും അറിയെങ്കിൽ നമുക്ക് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇടത് കൈ നിയമം പ്രകാരം എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അവിടെ എന്താണ്, എങ്ങോട്ടാണ് മോഷൻ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് പക്ക ഷുവർ ക്വസ്റ്റ്യൻസ്. ഇതാ നമ്മുടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എക്സാം പേപ്പറിൽ 3 മാർക്കിന് നിങ്ങൾ പ്രതീക്ഷിച്ചോളി. എന്താ ചോദിക്കുക? ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾ പറയണം, ഇതെന്താ മറ്റേ ന്യൂ രാജസ്ഥാന് പരസ്യം വെച്ച കാലുകളല്ലേ നിങ്ങൾ ഈ കാണുന്നത്? എന്താ ഇത്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അഥവാ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ആണ്. അതെ, അതിന്റെ പാർട്സുകൾ നിങ്ങൾ പഠിക്കണം. പാർട്സ് ഏതൊക്കെ മിസ്സേ? വോയിസ് കോയിൽ ഉണ്ട്, ഡയഫ്രം ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അതിന്റെ പിന്നിലുള്ള തത്വം മോട്ടോർ തത്വമാണ്, മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അതെന്നാൽ എന്ത് ചോദിച്ചാൽ മിസ് കുട്ടികളെ എഴുതിക്കോളല്ലേ? എന്താണ് തത്വം? മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ മോട്ടോർ പ്രിൻസിപ്പിളിലൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡിവൈസിന്റെ പേര് DC മോട്ടോർ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇതുപോലെ ചോദ്യം പ്രതീക്ഷിച്ചൂടെ? പ്രതീക്ഷിക്കാം. ഇത് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടുള്ളതാണ്. എന്താണ്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തന്നിട്ട് കറണ്ട് ഡയറക്ഷൻ ആണ് ചോദിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും എന്താണ് കറണ്ട് എങ്ങോട്ടാണ് ഒഴുകുന്നത്. ബിയിൽ നിന്ന് എയിലോട്ടാണോ, എയിൽ നിന്ന് ബിയിലോട്ടാണോ? സിമിലർ ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ എക്സാമിന് പലതവണ ആവർത്തിച്ച് വന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊരു ചോദ്യം നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. തിരിച്ചും ചോദിച്ചേക്കാം. ഇവിടെ എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക? എയിൽ നിന്ന് ബിയിലേക്ക് പോകും. ഏത് കൈ എടുക്കേണ്ടത്? കൈക്ക് അനുസരിച്ച് മാറും കേട്ടോ. വേറെ കാര്യം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, വലതു കൈ പെരുവിരൽ നിയമം. ഓക്കെ, എയിൽ നിന്നും ബിയിലേക്ക്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സോളിനോയിഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. സോളിനോയിഡിലൂടെ കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ അതെന്തായി മാറും? ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. അതിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, പൊളാരിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? സോളിനോയിഡിന്റെ ഏത് സൈഡിലാണോ ക്ലോക്ക് വൈസിൽ കറണ്ട് ഒഴുകുന്നത് ആ സൈഡ് സൗത്ത് പോളും, ഏത് സൈഡിലാണോ ആന്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഒഴുകുന്നത് അത് നോർത്ത് പോളും ആയിരിക്കും. CSAN പഠിച്ചു വെച്ചോളാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോളിനോയിഡിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല അതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കറണ്ടിന്റെ വാല്യൂ കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ സോളിനോയിഡിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ മതി. ഓക്കെ, ആൻസർ ഉണ്ട്. ലൗഡ് സ്പീക്കറിലെ എനർജി ചേഞ്ച് എന്താ മിസ്സേ? ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. മാറുന്നു.
ഓക്കെ, സിമിലർ സിമിലർ ക്വസ്റ്റ്യൻ വെച്ചപ്പോൾ എല്ലാം കൂടി അവിടെ വെച്ചാട്ടോ, ഒന്നും വേണ്ടി ആവശ്യമില്ല, കുറേ നമ്മൾ അതുപോലെ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെന്താ തേർഡ് ചാപ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നോ അല്ലെങ്കിൽ അതിന്റെ വേർഡ് തന്നിട്ട് ഇത് ഏത് ലോ ആണെന്നോ ചോദിക്കാനുള്ള, ഫിനോമിനൻ ഏതാണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫിനോമിന എന്ന് പറഞ്ഞാൽ പ്രതിഭാസം കേട്ടോ, വൈദ്യുത കാന്തിക പ്രേരണം. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ മിസ്സേ? ചോദിക്കാൻ ചാൻസ് കുറവാണ്. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് കറന്റ് ഡയറക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ റൈറ്റ് ഹാൻഡ് വെച്ച് കണ്ടുപിടിക്കണം. വരികയാണെങ്കിൽ 20% ഉറപ്പ് നമുക്ക് പറയാൻ പറ്റൂല, കാര്യം ഓണത്തിനൊന്നും അത്ര അങ്ങോട്ട്, കാരണം തേർഡ് ചാപ്റ്ററിൽ അത്ര അവർ ഫോക്കസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, മാത്രമല്ല എ സി ജനറേറ്ററിലും ഡി സി ജനറേറ്ററിലും ആർമേച്ചറിൽ എ സി കറണ്ട് തന്നെയാണ് ഉണ്ടാവുന്നതെന്നും തിരിച്ചത് താഴോട്ട് എത്തുന്ന സമയത്ത് ഡി സിയിൽ അത് ഡി സി ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് ഡി സി ജനറേറ്ററിൽ ഉണ്ടാവുന്ന എ സി കറണ്ട് ഡി സി ആയി മാറുന്നത്? ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അതൊന്നും ഓർത്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ അടുത്ത നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് മിക്കവാറും പക്കാ ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് നമ്മുടെ ജനറേറ്റർ? ഓക്കെ, ജനറേറ്ററിന്റെ പിക്ചർ തന്നിട്ട് അത് എ സി ആണോ ഡി സി ആണോ ചോദിക്കും. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ നമ്മുടെ റിംഗ്, ഫുൾ റിംഗ് ആണെങ്കിൽ അത് എന്തായിരിക്കും? സ്ലിപ്പ് റിംഗ് ആണ്, അത് എ സി ജനറേറ്റർ ആണ്. മാത്രമല്ല എ സി ജനറേറ്ററിന്റെ പാർട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളത് സാർ? എ സി ജനറേറ്ററിൽ നമുക്ക് ചിക്കൻ പാർട്സ്, നമുക്ക് എന്തുണ്ട്? നമുക്ക് മാഗ്നറ്റ്സ്, പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ട്, അല്ലെ ഫീൽഡ് കാന്തങ്ങളുണ്ട്, സ്ലിപ്പ് റിങ്ങുകളുണ്ട്, ബ്രഷ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്. 4 പാർട്സ്. ബ്രഷ് ഉണ്ട്, കോൾഗേറ്റ് ഇല്ല. ഓക്കെ, ആർമേച്ചർ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ് അതിന്റെ പ്രവർത്തന തത്വം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെടാ? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ്? വൈദ്യുത കാന്തിക പ്രേരണമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്താണെന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അത്രയും പറഞ്ഞാൽ നമുക്ക് എന്താണ്? മാത്രമല്ല എ സി ജനറേറ്ററിൽ ഉണ്ടാവുന്ന കറണ്ടിന്റെ ആ ഒരു ഗ്രാഫ് എങ്ങനെയാണെടാ? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പൊ ഏതായിരിക്കുംടാ? നമ്മുടെ എ ആയിരിക്കും അല്ലെ. ഗ്രാഫ് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പം യെസ്, അപ്പോൾ തീർച്ചയായും എനിക്ക് പറയാനുള്ളത് H=I²RT, H=V²T/R, H=VIT എന്ന് പറയുന്ന ഇക്വേഷൻസ്, പവറിൻ്റെ ആ 3 ഇക്വേഷനും ടി ഒഴിവാക്കിയിട്ടുള്ള പവറിൻ്റെ ഇക്വേഷന്, പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. ഈ ചാപ്റ്ററിൽ വർക്കിനേക്കാൾ കൂടുതൽ പറയാനുള്ളത് എനർജി ആയിട്ടാണ്, ഹീറ്റ് ആയിട്ടാണ് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് എച്ചിൻ്റെ വാല്യൂ തന്ന് ടിയും തന്നിട്ട് നിങ്ങളോട് പവർ ചോദിക്കുകയാണെങ്കിൽ പവർ H/T ആണ് ഉണ്ടാവുക. പിന്നെ ആംപിയറേജ് കാണുന്നത് വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന നോർമൽ കറണ്ട്, ആ ഡിവൈസിൻ്റെ കറണ്ടിനേക്കാളും കൂടുതൽ കറണ്ട് ആയിരിക്കണം എന്ത്? ആംപിയറേജ് എന്ന് പറയും. എന്താ ആംപിയറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വാട്ടേജ് ടു ദ വോൾട്ടേജ് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ മാക്സിമം പെർമിസിബിൾ കറണ്ട് ക്യാൻ വിത്ത് സ്റ്റാൻഡ് എന്ന് പറയാം. ആ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് സ്റ്റാൻഡ് ചെയ്യാൻ താങ്ങാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെ പറയുന്ന പേരാണ് ആംപിയറേജ് എന്ന് പറയുന്നത്. സോ ഇക്വേഷൻസ് ഒക്കെ ഇത്ര തന്നെയുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. Q=I/T. പിന്നെ റെസിസ്റ്റൻസ് സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ R1 + R2 രണ്ടെണ്ണമാണ് ഇപ്പോൾ നിങ്ങൾ മിനിമം പഠിക്കേണ്ടത് കേട്ടോ. R1 + R2 ആണ്. ഇനി ഒരേ റെസിസ്റ്റർ ആണെങ്കിൽ N/R എന്ന് പറയും. ഇപ്പോൾ 5 ഓമുള്ള 2 റെസിസ്റ്ററുകൾ സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ 2 × 5 ആണ്. N/R ആണ് ഉണ്ടാവുക. 2 എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യ, ×5 എന്ന് പറയുന്നത് ആ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഇനി പാരലൽ ആണെങ്കിൽ, സമാന്തരമായിട്ടാണ് നിങ്ങൾ നമ്മുടെ റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുന്നതെങ്കിൽ 1/R effective = 1/R1 + 1/R2 ആണ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? R effective = R1 R2 / R1 + R2. പക്ഷെ അത് +1/R3 വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് 1/R effective = 1/R1 + 1/R2 + etc. എന്ന് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അവിടെ ഒരേ സമയം ഇപ്പോൾ 5 ഓമുള്ള 2 റെസിസ്റ്ററുകൾ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര ഉണ്ടാവുക? 5/2 ആണ്. R/N ആണ് ഉണ്ടാവുക. യെസ്, R/N ആണ് ഉണ്ടാവുക. N എന്ന് പറയുന്നത് എത്ര എണ്ണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇക്വേഷൻസ്. അതെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ റൂളും ഒരു ചോദ്യം ചോദിച്ചാൽ കൈ ഏതാണ് എടുക്കേണ്ടത്, ഏത് റൂളാണ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ലൈവിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും സെറ്റ് ചെയ്യട്ടോ. അപ്പോൾ ശനിയാഴ്ച എന്നൊക്കെ പറയുന്നത് ചൊവ്വാഴ്ച
രാത്രി 7:15 PM ഇന്നേതാ ഡേറ്റ്? ഇന്ന് മൺഡേ. അതെ, ചൊവ്വാഴ്ച രാത്രി 7:15 PM കെമിസ്ട്രിയുടെ പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ബയോളജിയുടെ പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എല്ലാവരും ലൈവിലേക്ക് വരണം കേട്ടോ. 10-ാം തീയതി ലൈവിലേക്ക് വരണം. നിർബന്ധമായിട്ടും നിങ്ങൾ വന്നിരിക്കണം. MS നിങ്ങൾ അവിടെ കാത്തിരിക്കും. തീർച്ചയായിട്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ് ആൻഡ് ഇറ്റ്സ് മീ നേഹ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.